ഹേ ഗൈസ്, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിനിമകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ മലയാളത്തിൽ ഇനി വരാൻ പോകുന്ന കുറച്ച് വലിയ സിനിമകൾ, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്, ബഡ്ജറ്റിൻ്റെ കാര്യത്തിലായാലും നല്ല രീതിയിൽ മുകളിൽ നിൽക്കുന്ന സിനിമകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, നമ്മൾ ആദ്യത്തെ സിനിമ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ARM, അഥവാ അജയൻ്റെ രണ്ടാം മോഷണം. നമ്മുടെ ടൊവിനോ തോമസ് നായകനായെത്തുന്ന ടൊവിനോൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് സൃഷ്ടിച്ച ഒരു സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സിനിമയുടേതായിട്ട് ആകെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ കുറച്ച് പോസ്റ്റേഴ്സും സ്റ്റിൽസും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി മിന്നൽ മുരളിയുടെ അത്ര ഹൈപ്പൊന്നും ഈ സിനിമയ്ക്ക് ഇതുവരെ എത്തിയിട്ടില്ല. കാത്തിരിക്കാൻ ഈ ഓണത്തിനാണ് സിനിമ റിലീസിനെത്തുന്നത്. ഓണക്കാലത്താണെന്ന് തോന്നുന്നു. 3Dയിലാണ് സിനിമ ഇറങ്ങുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ ടു അജയൻ്റെ രണ്ടാം മോഷണം, അഥവാ ARM. അടുത്ത നമ്മുടെ സിനിമയാണ് ബസൂക്ക. അതായത് മലയാളത്തിലെ ഓർ ഇന്ത്യയിലെ ആണോ എന്നറിയില്ല, മലയാളത്തിലെയാണ് എന്തായാലും ആദ്യത്തെ ഗെയിം ത്രില്ലർ സിനിമയാണ് ബസൂക്ക. നമ്മുടെ സ്വന്തം നമ്മുടെ മമ്മൂക്ക നായകനായെത്തുന്ന ബസൂക്ക. അതായത് ഗൗതം വാസുദേവ് മേനോനൊക്കെ വേറെ പ്രധാന വേഷത്തിലെത്തുന്നുണ്ടെന്ന് കേട്ടു. ശരിയാവട്ടെ. ബസൂക്ക എന്ന സിനിമ ഈ വരുന്ന വലിയ പെരുന്നാളിന് ഇറങ്ങുന്നുണ്ടെന്നാണ് കേട്ടത്. ഇറങ്ങാതിരിക്കാനും ചാൻസ് ഉണ്ട്. സോ ചിലപ്പോൾ ഓണത്തിനിറങ്ങും, ചിലപ്പോൾ ഈ വർഷം തന്നെ ഇറങ്ങിയിട്ടില്ല വരില്ല. ബട്ട് ഇറങ്ങും, അതുറപ്പാണ്. കാരണം കിടിലം മൂവി ആവാൻ ചാൻസ് ഉണ്ട്. ഞാനാരും ഇതൊക്കെ പറയാൻ, വാട്ടവർ. അടുത്ത നമ്മുടെ സിനിമയാണ് മലയാളത്തിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി, ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം, അഥവാ എമ്പുരാൻ. ഈ വർഷം തന്നെ ഇറങ്ങാൻ ശ്രമിക്കും എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി ഒക്കെ ആയേക്കാം. സോ മലയാളത്തിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയിലെ ലിസ്റ്റിലെ ടോപ്പിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. അടുത്തത് പറയേണ്ടത് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജിൻ്റെ വിലായത്ത് ബുദ്ധ. നമ്മുടെ പുഷ്പരാജിനൊക്കെ ഒപ്പം കെട്ടപ്പിടിക്കാൻ പറ്റുന്നൊരു ഐറ്റമായിരിക്കും വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജിന് ചിത്രീകരണത്തിൻ്റെ ഇടയിൽ ചില പരിക്കുകളൊക്കെ പറ്റിയെന്നൊക്കെ കുറച്ച് കേട്ടു. അറിയില്ല, സിനിമ എങ്ങനെ വരും നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ അറിവിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറയുന്നതിനുപരി കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സിനിമ എന്ന് വേണം പറയാൻ. പൃഥ്വിരാജിൻ്റെ അതായത് ശരിക്കും നടന്ന കഥകളിൽ നിന്ന് ഇറക്കുന്ന സിനിമകൾ പോലെ തന്നെ ശരിക്കും നടന്നൊരു കഥ തന്നെയാണ് വിലായത്ത് ബുദ്ധ എന്നാണ് എൻ്റെ ഒരു അറിവ്. ചിലപ്പോൾ തെറ്റാവാം, പറയാൻ പറ്റില്ല. പൃഥ്വിരാജിൻ്റെ ഒരു നല്ല സിനിമ. അതായത് ഈ വർഷം ഇറങ്ങുകയാണെങ്കിൽ ഈ വർഷം തുടർച്ചയായി പിന്നെയും ഒരു വിജയം, അതായത് ഹാട്രിക് അടിക്കാൻ പറ്റും. ഗോഡ് ലൈഫ്, ഗുരുവായൂരപ്പൻ നടയിൽ, അതിനുശേഷം ഇപ്പോൾ വിലായത്ത് ബുദ്ധ ഇറങ്ങുകയാണെങ്കിൽ അത് നല്ല റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ 3 സിനിമ അടുപ്പിച്ച് ഹിറ്റ് അടുപ്പിച്ചു എന്നുള്ളൊരു റെക്കോർഡ് പൃഥ്വിരാജിൻ്റെ മേലെ വരും. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ അടുത്ത സിനിമയാണ് കത്തനാർ. നമ്മുടെ സ്വന്തം ജയസൂര്യ നായകനായെത്തുന്ന ടീസർ ഇറങ്ങിയിട്ട് പൊന്നടാവ് കിടിലൻ ടീസർ. അതായത് പടത്തിൻ്റെ മുഴുവൻ VFX വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ഇത്ര കിടിലൻ ഔട്ട്പുട്ടായിട്ടൊരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല എന്ന് തന്നെ വേണം പറയാൻ. ജയസൂര്യയുടെ ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നിട്ടില്ല. ആട് 2 ഒക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, അത് എന്താവോ എന്തോ എന്നുള്ള. ഇനിയിപ്പോൾ ആട് 3യും ആൻറ്റിസിപ്പേറ്റഡ് മൂവീസിൻ്റെ ലിസ്റ്റിലേക്ക് തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ആട് 3, അടുത്ത സിനിമ ആട് 3. ജയസൂര്യയുടെ തന്നെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് 2 മൂവീസാണ്. അടുത്ത എന്തായാലും ഈ വർഷം ഉണ്ടാവില്ല, 2025 ഈ വർഷം ഞാൻ പറഞ്ഞു. ഈ വർഷമല്ലെങ്കിലും എപ്പോഴെങ്കിലും ഇറങ്ങട്ടെ. എന്തായാലും കാത്തിരിക്കാം. അടുത്ത സിനിമയാണ് റാം. നമ്മുടെ ലാലേട്ടൻ്റെ റാം. 2 പാർട്ടിലായി ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന റാം. ചിത്രീകരണം കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മുടെ സ്വന്തം ജ്യോതിക ആക്ട്രസ്സായി വരുന്ന നമ്മുടെ സ്വന്തം ജീത്തു ജോസഫ്. മോഹൻലാലിൻ്റെ ലാസ്റ്റ് ഹിറ്റായ നേര് എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ജിത്തു, അതായത്
മോഹൻലാലിനൊപ്പം ചെയ്ത ഒറ്റ സിനിമ പോലും ഫ്ലോപ്പായിട്ടില്ല ജിത്തു ജോസഫിൻ്റെ തന്നെ സിനിമകൾ ഫ്ലോപ്പായിട്ടുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കുന്ന റാം 2 ഭാഗങ്ങളിലായിട്ടാണ് ഓണത്തിന് റിലീസ് ചെയ്യാനുള്ള ഹെവി ചാൻസസ് കാണുന്നുണ്ട്. അടുത്ത സിനിമ മലയാള സിനിമ അല്ല, ബട്ട് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ നായകനായെത്തുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നമുക്ക് ഒരു മലയാള സിനിമയായിട്ട് കണക്കൂട്ടാനൊന്നും പറ്റില്ലെങ്കിലും ബട്ട് മലയാളത്തിൽ നിന്ന് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ടീസർ ഇറങ്ങുന്നവരെ യാതൊരുവിധ ഹൈപ്പില്ലാതെ ടീസർ ഇറങ്ങി ചെയ്ത് വമ്പൻ ഹൈപ്പ് കുതിച്ച് കയറിയൊരു സിനിമയാണ് ലക്കി ഭാസ്കർ. നമ്മുടെ ചാനലിൽ തന്നെ ടീസർ റിയാക്ഷനൊക്കെ ഇട്ടിരുന്ന ഒരു സിനിമയാണ് ലക്കി ഭാസ്കർ. ഞാൻ ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്നൊരു സിനിമയാണ്. എന്താവും, ഇന്ത്യൻ മണി ഹിസ്റ്റാണോ, കുറുപ്പിന് ശേഷം ദുൽഖറിൻ്റെ ഒരു കിടിലം പടം, അതെ കുറുപ്പിന് ശേഷം എന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ഇടയിൽ കുറച്ച് ഇത് വന്നെങ്കിലും ത്രില്ലർ ജോണറിൽ എനിക്ക് തോന്നുന്നു കുറുപ്പ് തന്നെയാണ് ലാസ്റ്റ് വന്നത്. പിന്നെ സീതാരാമൊക്കെ ഇമോഷണൽ ട്രാക്കിൽ പോയെങ്കിലും. സോ ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും സിനിമ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ until then, it's your Dhyan signing off from this video. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.